ഗായ്സ്, കുട്ടി ചട്ടി വട്ടിയൊന്നുമില്ലാതെ ഞാനിതാ ഒറ്റയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ആവശ്യത്തിനൊന്നുമല്ല, പിള്ളേരുടെ ആവശ്യത്തിന് തന്നെയാണ്. വേദുവിന് റെഡ് ഡേ ആയതുകൊണ്ട് തന്നെ അവനൊരു റെഡ് ടീഷർട്ട് എടുക്കണം. ദെൻ നേതുവിന് ഡയപ്പർ എടുക്കണം. ഇതൊക്കെ തന്നെ മമ്മി തിങ്സ്. അപ്പോൾ ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോകുന്ന വേയിൽ ഇങ്ങനെ അങ്ങനെ ആരും ഉണ്ടാവാത്ത ഈ ഒരു റോഡുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി നടക്കാനുള്ള ദൂരമേ കല്യാൺ സാരീസിലോട്ടുള്ളൂ. അപ്പോൾ അവിടെ RDCയിൽ നടക്കുന്നത് കുറേ നാളായി ഞാൻ ആ ബോർഡ് കാണുന്ന ആ വഴിയിലൂടെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, നമുക്കൊന്ന് നടന്ന് പോയി എത്തി നോക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് എല്ലാ ഡ്രസ്സസും നോക്കി ഞാൻ അവിടെ നിന്ന് ടീഷർട്ട് എടുത്തു ഗൈസ്. എന്നിട്ട് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ വല്ല സുഡിയോന്നെങ്ങാനും എടുത്താൽ പോരെ എന്നൊരു ചോദ്യം എൻ്റെ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ സുഡിയോയിൽ ഞാൻ കയറിയേക്കാം. ഞാൻ അവിടെ കയറി നോക്കി ഗൈസ്. അവിടെ റെഡായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല, അതായത് ആ ഒരു ഇതിനുള്ളതില്ല. അപ്പം ഞാൻ വിചാരിച്ചു കല്യാണം ഇത് നന്നായി. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ അവിടുത്തെ മിററൊന്നും വെറുതെ വിട്ടില്ല. ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് നേരെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ഗൈസ്. ഓട്ടോ കയറി കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ മഴ ചെറുതായിട്ട് ചാറുന്നതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് ഞാൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഞാൻ സാധനം വേഗം എടുത്ത് ഞാൻ ചാട്ട് കഴിക്കും, പിന്നെ കോൾഡ് കോഫി എന്തെങ്കിലും കുടിക്കണം, അല്ലെങ്കിൽ ഞാൻ ഹോട്ട് കോഫി കുടിക്കണം. ഞാനതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഞാൻ ഓട്ടോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞാൻ പീസ്ഫുള്ളി കോഫി കുടിക്കും എന്നൊക്കെ ആലോചിക്കായിരുന്നു. ഈ ആശിച്ച ആഗ്രഹിച്ച ഒന്നും നടക്കില്ല എന്ന് പറയണ പോലെ ഞാൻ അവിടെ വൈകാതെ അമ്മ വിളിച്ചു, പിള്ളേരെ എണീച്ചു. അത്യാവശ്യം അലമ്പാണ് എന്നറിയാൻ പറ്റി. അപ്പോൾ തന്നെ ഞാൻ സാധനങ്ങളെടുത്ത് വേഗം ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കല്യാണിൽ വന്നിട്ട് നമ്മുടെ എക്സ്ട്രാ ബാഗേജ് ഇവിടെ കൊടുക്കുന്ന പ്ലേസിലാണ് ഇപ്പോൾ ഇവരുടെ ബേക്കറി വന്നിട്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് എനിക്ക് അവിടെ കാണാൻ പറ്റി ഗൈസ്. പക്ഷെ അവിടെ ഒന്നും ഇരിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. ഞാൻ ഇത് ബില്ല് ചെയ്ത് നേരെ ബിസ്ക്കറ്റ് എന്തോ എടുത്ത് ഞാൻ നേരെ ഓട്ടോ കയറി ഗൈസ്. എനിക്ക് കോഫി പോയിട്ട് ഒന്നും കുടിക്കാൻ പറ്റിയില്ല. ഇതാണ്, ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്താൽ ഒന്നുമേ നടക്കൂല. അത് വിഷമിച്ച് സങ്കടമായി ഞാനിതാ വീട്ടിലോട്ട് പോവാണ്. ഒറ്റയ്ക്കൊരു കോഫി പോലും കുടിക്കാൻ പറ്റാത്ത രോദനമാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ, നേരെ വീട്ടിലോട്ട്. അപ്പോൾ ബൈ.